Hello everyone, good day. Hope all of you are doing well. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് ചെറിയൊരു ഭാഗം ഡിസ്കസ് ചെയ്ത് ഡിസ്റപ്റ്റഡ് ആയതിന്റെ പേരിൽ നമ്മളത് പോസ്റ്റ്പോൺ ചെയ്യാനുണ്ടായത്. ബാക്കി ഭാഗം അതിന്റെ റെസ്പാർട്ടാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിവിടെ ഒരു പ്രസന്റേഷൻ അവൈലബിൾ ആക്കി തരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ കോമൺ മിസ്പെൽഡ് വേർഡ്സ് എന്നുള്ളൊരു കാറ്റഗറിയും ഡിസ്കസ് ചെയ്തു. പക്ഷെ സാധാരണ നമുക്ക് സ്പെല്ലിങ് തെറ്റിപ്പോവാൻ സാധ്യത ഉണ്ടായേക്കാവുന്ന വാക്കുകളെ കുറിച്ചുള്ള ഒരു ചർച്ച കൂടിയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ 30 മിനിറ്റുള്ള വീഡിയോയില് എക്സസൈസ് പാർട്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയോ എന്നുള്ളത് ഒരു സംശയമുണ്ട്. എന്നിരുന്നാലും എക്സസൈസിന്റെ കോമൺ മിസ്പെൽഡ് വേർഡ്സ് എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് എക്സസൈസിന്റെ ഭാഗം പകുതിയിൽ നിന്ന് ഇങ്ങോട്ടുള്ളത് ഡിസ്കസ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അതിന് ശേഷം നമുക്ക് പുതിയൊരു സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം. ഇതിന്റെ പ്രസന്റേഷൻ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. യെസ്, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത് ഓർമ്മ ശരിയാണെങ്കിൽ ആ ഡിസ്റപ്ഷൻ വന്നതിന് ശേഷം നമ്മൾ താൽക്കാലികമായിട്ട് നിർത്തിപ്പോയ ഭാഗം മില്യനെയർ എന്നുള്ള ഭാഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ 9 മുതൽ കണ്ടിന്യൂ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ കോമൺ മിസ്പെൽഡ് വേർഡ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില ലെറ്റേഴ്സ് അതേപടി കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുന്ന പ്രവണത ഉണ്ടാവാറുണ്ട്. നമ്മൾ സാധാരണ ഇത്തരം കോമ്പറ്റീറ്റീവ് എക്സാംസിൽ കാണുന്നതാണ്. അപ്പം അത് ടാക്കിൾ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടാവണം. അതിനാദ്യം വേണ്ടത് നിരന്തരമായിട്ടുള്ള വായനയാണ്. വാക്കുകൾ കണ്ട് പരിചയിച്ച് ഫെമിലിയറായി തീർന്നാൽ മാത്രമേ ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാനും പറ്റുള്ളൂ. നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇവിടെ തന്നിരിക്കുന്ന വാക്ക് മില്യനെയർ ആണ്. മില്യനെയർ പണക്കാരൻ എന്നുള്ള അർത്ഥത്തിൽ. മില്യനെയർ ഇതില് ഏതാണ് കറക്റ്റ്ലി സ്പെൽഡ് ആയിട്ടുള്ള വേർഡ് എന്നുള്ളതാണ് ചോദ്യം. മില്യനെയർ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, മില്യനെയർ എന്നുള്ളത് പ്രൊനൗൺസ് ചെയ്യുന്നത് പോലെയല്ല നമ്മൾ സാധാരണ എഴുതുക. മില്യനെയറെ എന്ന രൂപത്തിലാണ് എഴുതുക. മില്യനെയറെ എന്നുള്ള. അപ്പം ഇവിടെ മില്ലോനെയർ എന്നാണ് ആദ്യം ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്നത്. മില്ലോനെയർ തെറ്റാണ്. അത്യാവശ്യം ഇത്തരം വാക്കുകൾ കണ്ട് പരിചയമുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് ആൻസർ പിക്ക് ഔട്ട് ചെയ്യാൻ സാധിക്കും, ബുദ്ധിമുട്ടുണ്ടാവില്ല അദ്ദേഹത്തിന്. അപ്പം മില്യനെയർ, ഈ ഓപ്ഷൻ ബി അവിടെ നിൽക്കട്ടെ. സി മില്യോനെയർ, MILLIONARE. ഓപ്ഷൻ ഡി മില്യോനെയർ. ഇവിടെ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും സെയിം ആൻസേഴ്സ് ആണ്. ഇതില് കറക്റ്റ്ലി സ്പെൽഡ് ആയിട്ടുള്ള വേർഡ് ഓപ്ഷൻ ബിയും ഡിയും ആണ്. രണ്ടും ഒരേ വാക്കുകളാണ്. ക്ലിയർ? അപ്പം മില്യോനെയർ എന്നാണ് നമ്മൾ എഴുതുക. വെച്ചാൽ നമ്മൾ ഉച്ചരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ മില്യോനെയർ എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതുക. യഥാർത്ഥത്തിൽ അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് മില്യനെയർ എന്നാണ്. മില്യനെയർ, ധനാധിപതി, ധനാഢ്യൻ എന്നുള്ള. 10th ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഡ്രോട്ട്. വരൾച്ച എന്നാണ് അർത്ഥം വരുന്നത്. വരൾച്ച എന്നുള്ള വാക്കിന്റെ കറക്റ്റ്ലി സ്പെൽഡ് ആയിട്ടുള്ള രൂപം ഓപ്ഷൻ എ ആണ്. DROUGHT ആണ് കറക്റ്റ്ലി സ്പെൽഡ് ആയിട്ടുള്ള വേർഡ്. ബാക്കിയുള്ളതെല്ലാം തെറ്റാണ്. ഓപ്ഷൻ ബി തെറ്റാണ്. ഡ്രൗഗറ്റ് എന്നൊക്കെയാണ് വായിക്കുക. ഓപ്ഷൻ സി തെറ്റാണ്. ഓപ്ഷൻ ഡിയും തെറ്റാണ്. 11th ക്വസ്റ്റ്യൻ. ലെജൻഡറി. ഐതിഹാസികമായ എന്നർത്ഥത്തിൽ, വളരെ പ്രശസ്തനായ എന്നുള്ള അർത്ഥത്തിൽ ഒക്കെയാണ് നമ്മൾ ലെജൻഡറി എന്ന് ഉപയോഗിക്കുക. ചില ഒരു ക്ലാസിക് ടച്ച് ഉണ്ടാവും അയാളെ മൊത്തത്തിൽ. ലെജൻഡറി എന്നുള്ള വേർഡില് കറക്റ്റ്ലി സ്പെൽഡ് ആയിട്ടുള്ളത് ഏത് ഓപ്ഷൻ ആണ് എന്നാണ് ഇവിടെ ചോദിച്ച ചോദ്യം. ഇതിൽ ഓപ്ഷൻ എ
ലെജൻഡറി എന്നാണ്. ഓപ്ഷൻ ബി ലെജൻഡറി തന്നെയാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്, പക്ഷെ ഇവിടെ എ ആണ് തന്നിരിക്കുന്നത്, ഡിക്കും ആറിനും ഇടയിൽ. ഓപ്ഷൻ എയില് ഡിക്കും ആറിനും ഇടയിൽ ഇ ആണ് തന്നിരിക്കുന്നത്. കൺഫ്യൂസിങ് ആണ്. ഓപ്ഷൻ എയുമായിട്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലാണുള്ളത്. ലെജൻഡറി എല്ലാം ഇ ആണ് തന്നിരിക്കുന്നത്. LEGENDER. ഡി ലെജൻഡറി എന്നാണ്. എന്ന് വെച്ചാൽ ഡിക്കും ആറിനും ഇടയിൽ ലെറ്റർ ഇല്ല. ഇതിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ലെജൻഡറി എന്നാണ് കറക്റ്റ് വേർഡ്. ലെജൻഡറി, LEGENDARY. 12ാമത്തെ ക്വസ്റ്റ്യൻ അച്ചീവ്മെന്റ് ആണ്. അച്ചീവ്മെന്റില് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? നിങ്ങളൊന്ന് നോക്കൂ. അച്ചീവ്മെന്റിൽ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ACHIEVEMENT, അച്ചീവ്മെന്റ്, നേട്ടം എന്നുള്ള അർത്ഥത്തിൽ. ബി തെറ്റാണ്, കാരണം അച്ചീവ്മെന്റ് എന്നാണ് വായിക്കുക. സി വി കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് സി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ല. ഡിയില് എച്ച് കഴിഞ്ഞിട്ട് EI തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥ ആൻസർ വരുന്നത് IE ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ ടുമോറോ. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വാക്കാണ് നാളെ എന്നുള്ളതിനുള്ള ഇംഗ്ലീഷ് വേർഡ് ആയിട്ടുള്ള ടുമോറോ. പക്ഷെ നമ്മളെ കുഴക്കാൻ ഈ ഓപ്ഷൻസ് മതി, കാരണം 2 എമ്മും 2 ആറും ഒക്കെ തന്നിട്ട് നമ്മൾ തന്നെ ആകെ കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ടുമോറോ എന്നുള്ളതിന്റെ കറക്റ്റ് സ്പെല്ലിങ് ഓപ്ഷൻ ബി ആണ്. TOMORROW. ടുമോറോ. അല്ലാതെ ടുമോറോയില് 2 എം ഒന്നുമില്ല ആസ് ഫാർ ആസ് ഐ നോ. സി തെറ്റാണ്. ടുമാറോ. നമ്മൾ ചില ആൾക്കാർ അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക, ടുമാറോ. ഇറ്റ്സ് നോട്ട് ടുമാറോ, ഇറ്റ് ഈസ് ടുമോറോ. ഡിയും തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്ലി സ്പെൽഡ് ആയിട്ടുള്ള വേർഡ്, ടുമോറോ. 14th ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്സിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണ്? മാത്തമാറ്റിക്സ്. ബി എന്തായാലും നമുക്ക് എടുത്ത് പുറത്തേക്ക് കളയാം. ഡെത്തമാറ്റിക്സ് ആണ്. തെമാറ്റിക്സ് എന്നുള്ളൊരു വേർഡ് ഇംഗ്ലീഷിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഈ ചില ചോദ്യങ്ങളുടെ പ്രത്യേകത. നമുക്ക് ലോജിക്കലി കണക്റ്റഡ് ആവാത്ത ഏത് ഓപ്ഷനും എടുത്ത് നമുക്ക് വെളിയിലേക്ക് കളയാൻ പറ്റുന്ന ഒരു ആർജവം നമുക്ക് ഉണ്ടാവണം. അതിന് വിവരം എന്ന് പറഞ്ഞ സംഗതിയാണ് അത്യാവശ്യം. നിരന്തരമായിട്ടുള്ള വായനയും പ്രിപ്പറേഷനും ഉണ്ടായാൽ മാത്രമേ അത് സാധിക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഓപ്ഷൻ ബി എടുത്ത് നമുക്ക് പുറത്തേക്ക് കളയാം. പിന്നെ ഓപ്ഷൻ സി ആണ് അവിടെ ഉള്ളത്, മാത്തമെറ്റിക്സ്. കണ്ടോ, എം കഴിഞ്ഞിട്ട് ഇ ആണല്ലോ. ഡി മാത്തമാറ്റിക്സ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും കറക്റ്റ്. ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും കറക്റ്റ്ലി സ്പെൽഡ് ആയിട്ടുള്ള വേർഡ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. രണ്ടും ആൻസേഴ്സ് ആണ്, രണ്ടും ഒരേ ആൻസർ ആണ് തന്നിരിക്കുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് വൺ ആണ്, കലൈഡോസ്കോപ്പ്. നമുക്ക് ചെറിയ പ്രായത്തിലെ പരിചയമുള്ള ഒരു തരം ഇൻസ്ട്രുമെന്റ് ആണ് കലൈഡോസ്കോപ്പ്. അതിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല രൂപത്തിൽ ഗ്ലാസിന്റെ റിഫ്ലക്ഷൻസ് കാണാൻ പറ്റും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കലൈഡോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഒരു കളിക്കാനൊക്കെ പറ്റുന്ന ഒരു ടോയ് ആയിട്ടൊക്കെയാണ് ഒരു കാലത്ത് അത് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കരുതുന്നു. ജനറേഷനിൽ വലിയൊരു ഗ്യാപ്പ് വന്നല്ലോ. കുട്ടികൾ ഇത് എന്റർടൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു സന്ദേഹമുള്ള കാര്യമാണ്. അപ്പം അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, ഔട്ട്സൈഡ് ഓഫ് ദി ബോക്സ് കാര്യമാണ്. എന്നാൽ ഇതിൽ ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ്ലി സ്പെൽഡ് ആയിട്ടുള്ള വാക്ക്, യഥാർത്ഥ സ്പെല്ലിംഗ് ഉള്ള വാക്ക്? ഓപ്ഷൻ എ ആണോ കലൈഡോസ്കോപ്പ്? ഓപ്ഷൻ ബിയിൽ നമ്മളെ കുഴക്കുന്ന ഒരു സംഗതി എന്താന്ന് വെച്ചാൽ എല്ല് കഴിഞ്ഞിട്ട് IE ആണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ എയില് എല്ല് കഴിഞ്ഞിട്ട് EI ആണ് തന്നിരിക്കുന്നത്. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ സിയില് കലൈഡോസ്കോപ്പ് ആണ്. ഓപ്ഷൻ ഡി കലൈഡോസ്കോപ്പ്. അവിടെ എല്ല് കഴിഞ്ഞിട്ട് A ആണ് തന്നിരിക്കുന്നത്, AI. ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. KALEIDOSCOPE ആണ് കറക്റ്റ് കലൈഡോസ്കോപ്പിന്റെ സ്പെല്ലിംഗ് ആയിട്ട് വരുന്നത്. ക്ലിയർ? അപ്പൊ ഇത്രയുമാണ് നമുക്ക് കോമൺലി മിസ്പെൽഡ് വേർഡ്സ് എന്നുള്ള കാറ്റഗറിയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലിയർ? അപ്പം നിങ്ങൾക്ക് ഈ ചാർട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇവിടെ ഒരുപാട് വാക്കുകൾ തന്നിട്ടുണ്ട്. പൊതുവിൽ നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള വേർഡ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അവിടെ ഇയും ഐയും എയും ഒക്കെ കാര്യമായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ
നമുക്ക് ഇത്തരം ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ ടാക്കിൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ദെൻ നമുക്കിനി പുതിയൊരു സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് കാറ്റഗറി ഫ്രേസൽ വേർബ് ആണ്. ഫ്രേസൽ വേർബ് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച ഒരു സെക്ഷൻ ഇഡിയംസ് ആയിരുന്നു. ഇഡിയംസ് കുറച്ച് മുമ്പ് നടന്ന ഒരു ക്ലാസ് ആയിരുന്നു. നിങ്ങളത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. നമ്മൾ സാധാരണ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉപയോഗിച്ച് വരുന്ന ഇഡിയംസിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു നടത്തിയിരുന്നത്. കുറെ ആൾക്കാരൊക്കെ അതിനെക്കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത്. ഇഡിയംസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫ്രേസൽ വേർബിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ഇഡിയംസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് റിക്കോൾ ചെയ്യാണ്, എനിക്കും നിങ്ങൾക്കും ഉപകാരം കിട്ടാൻ വേണ്ടി. സാധാരണ ഇഡിയംസിന്റെ ഒരു പ്രത്യേകത, അതിന് ഫ്രേസൽ വേർബുമായിട്ട് ചെറിയൊരു സാമ്യതയുണ്ട്, എന്നാലും ഈക്വൽ ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഇഡിയംസിന്റെ ഒരു പ്രത്യേകത, ഇഡിയംസ് നമ്മൾ എഴുതുന്നത് പോലെയല്ല അതിന്റെ മീനിങ് ഡെഡ്യൂസ് ചെയ്യുക. ഉദാഹരണത്തിന് ഗുഡ് ലക്ക് എന്നുള്ള അർത്ഥം വരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇഡിയം ബ്രേക്ക് എ ലെഗ് എന്നാണ്. ബ്രേക്ക് എ ലെഗ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബ്രേക്ക് എ ലെഗ്, കാല് തല്ലി ഒടിക്കുക. ബ്രേക്ക് എ ലെഗ് എന്ന് ആദ്യമായിട്ട് കാണുന്ന ഒരാള് ഒരിക്കലും അതിന്റെ മീനിങ് ബെസ്റ്റ് ഓഫ് ലക്ക് എന്നാണെന്ന് ചിന്തിക്കില്ല. അതൊരു സാധ്യതയാണ്. അപ്പം ഇഡിയംസും ഫ്രേസൽ വേർബ്സും ഒക്കെ നമ്മൾ വായിക്കുന്നത് പോലെയല്ല മീനിങ് കണ്ടെത്താൻ ഉതകുന്നത്. ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അപ്പൊ അതേപോലൊരു അതിനോട് ചെറിയൊരു സാമ്യത പുലർത്തുന്ന ഒരു കാറ്റഗറിയാണ് ഫ്രേസൽ വേർബ്. എ ഫ്രേസൽ വേർബ് ഈസ് എ വേർബ് combined with an adverb or a preposition or sometimes both to create a new meaning that is often different from the original verb's meaning. ഒരു ഫ്രേസൽ വേർബ് എന്ന് പറഞ്ഞാൽ ഒരു വേർബിനെ ഒരു അഡ്വേർബുമായോ അല്ലെങ്കിൽ ഒരു പ്രപ്പോസിഷനുമായിട്ടോ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ രണ്ടുമായിട്ടോ കമ്പൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു രൂപമാണ്. സാധാരണ ഫ്രേസൽ വേർബ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്രേസൽ വേർബ് വായിക്കുമ്പം നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ ഒറിജിനൽ വേർബിന്റെ മീനിങ്ങിൽ നിന്നും ഡിഫറെന്റ് ആയ ഒരു പുതിയ മീനിങ് ആണ്. അപ്പൊ നമുക്ക് എക്സാമ്പിളുകൾ നോക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ സാധാരണ കോളേജുകളിലൊക്കെ ക്ലാസ് എടുക്കുമ്പം ഡെഫിനിഷൻ വായിക്കുമ്പോൾ പലർക്കും കാര്യം കത്തില്ല. എക്സാമ്പിൾസിലേക്ക് പോകുമ്പോഴാണ് വ്യക്തമായിട്ടൊരു ക്രിസ്റ്റൽ ക്ലിയർ അപ്പിയറൻസ് ആ കോൺസെപ്റ്റിന് ഉണ്ടാവുക കുട്ടികളുടെ മനസ്സിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ എക്സാമ്പിൾസിലൂടെ പോകുമ്പം ഏറെക്കുറെ നിങ്ങൾക്ക് ആ കാര്യം വ്യക്തമാവും എന്ന്. അപ്പം ഇത്ര ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഫ്രേസൽ വേർബ് അതിന്റെ ഒറിജിനൽ വേർബ് മീനിങ്ങിൽ നിന്നും ഡിഫറെന്റ് ആയ ഒരു പുതിയ മീനിങ് ആണ് ക്രിയേറ്റ് ചെയ്യുക. സാധാരണ ഒരു വേർബിന്റെ ഒപ്പം അഡ്വേർബോ പ്രപ്പോസിഷനോ ആഡ് ചെയ്തുകൊണ്ടാണ് ഫ്രേസൽ വേർബ്സ് ഉണ്ടാക്കുക. ചില സമയങ്ങളിൽ അഡ്വേർബും പ്രപ്പോസിഷനും ഒരുമിച്ച് വരും ഒരു വേർബിന്റെ ഒപ്പം. വേർബ്, നൗണ്, അഡ്ജക്റ്റീവ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചുകൂടി മെച്യൂർഡ് ആയ ഇൻഫോംഡ് ആയിട്ടുള്ള ആളുകളാണല്ലോ. നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ നമ്മൾ സാധാരണ നാട്ടിലൊക്കെ കേൾക്കുന്ന ഒരു പറച്ചിലാണ്. ഇന്ത്യയിലുള്ള ഫീസാണ്, നാട്ടുഭാഷയിൽ വളരെ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ബ്രേക്ക് ഡൗൺ, കാറ് ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറയാറുണ്ട്. അതിനർത്ഥം അതൊരു ഫ്രേസൽ വേർബാണ്. അതിന്റെ മീനിങ് വരുന്നത് ടു സ്റ്റോപ്പ് വർക്കിംഗ് ഫോർ എ മെഷീൻ ഓർ എ വെഹിക്കിൾ. ഒരു വാഹനമോ അല്ലെങ്കിൽ ഒരു യന്ത്രമോ അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ എന്ന് പറയാം. ബ്രേക്ക് ഡൗൺ അല്ലാതെ പൊട്ടിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കാണ്. എക്സാമ്പിൾ, ദ കാർ ബ്രോക്ക് ഡൗൺ ഓൺ ദി ഹൈവേ. ഹൈവേയിൽ വെച്ച് കാറിന്റെ പ്രവർത്തനം നിലച്ചു എന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെ ബ്രോക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ പ്രവർത്തനം നിലച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ്, കോൾ ഓഫ്. കോൾ ഓഫ് മീൻസ് ടു ക്യാൻസൽ സംതിങ്. എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാം. കോൾ ഓഫ്. അപ്പൊ കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക എന്നാണ്. ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സംഗതി ഓഫ് ആക്കുക, പ്രവർത്തനം നിലപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ മീനിങ് എന്താ വരുന്നത്? വിളിച്ച് പ്രവർത്തനം നിലപ്പിക്കുക എന്നാണ്. അങ്ങനെയല്ലല്ലോ ഇവിടെ അർത്ഥം വരുന്നത് യഥാർത്ഥത്തിൽ. ടു ക്യാൻസൽ സംതിങ് എന്നാണ്. അതാണ് ആ ഡെഫിനിഷനിൽ പറഞ്ഞത്. നമ്മൾ വേർബിന്റെ ഒറിജിനൽ മീനിങ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രേസൽ വേർബിന്റെ യഥാർത്ഥ മീനിങ്, അവിടെ യഥാർത്ഥം ഒറിജിനൽ എന്നുള്ളത് കൺഫ്യൂസ്ഡ് ആവരുത്. കൺവേഡ് ആയിട്ടുള്ള മീനിങ് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. കോൾ ഓഫ്. കോൾ ഓഫ് എന്നുള്ളതിന് എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ദേ ഹാഡ് ടു കോൾ ഓഫ് ദ മാച്ച് ഡ്യൂ ടു ദ സ്റ്റോം. ഭയങ്കര കൊടുങ്കാറ്റുണ്ടായതുകൊണ്ട്
അവർക്ക് അവരുടെ കളി ക്യാൻസൽ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. They had to call off the match due to the storm. Next, come across. I came across accidentally to that person എന്നൊക്കെ ചില സമയത്ത് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. To find or meet by chance. അവിചാരിതമായിട്ട് ഒരാളെ കാണുക അല്ലെങ്കിൽ കണ്ടെത്തുക. അതിനെ നമ്മൾ കം അക്രോസ് എന്നുള്ള ഫ്രേസൽ വെർബ് കൊണ്ട് മീൻ ചെയ്യുന്നത്. എക്സാമ്പിൾ, ഐ കെയിം അക്രോസ് സം ഓൾഡ് ഫോട്ടോസ് വൈൽ ക്ലീനിങ്. വൃത്തിയാക്കുന്ന സമയത്ത് ചില പഴയ ഫോട്ടോസിൽ എൻ്റെ കണ്ണുടക്കി. കെയിം അക്രോസ്, ഞാൻ മീറ്റ് ചെയ്തു, കണ്ടുപിടിച്ചു എന്നുള്ള അർത്ഥത്തിൽ, അവിചാരിതമായിട്ട്. അപ്പൊ ഫ്രേസൽ വെർബ് അവിടെ മീൻ ചെയ്യുന്നത് അവിചാരിതമായിട്ട് കാണുക, കണ്ടെത്തുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ഡ്രോപ്പ് ഓഫ്. ടു ലീവ് സംവൺ ഓർ സംതിങ് അറ്റ് എ ലൊക്കേഷൻ. ആരെങ്കിലുമൊക്കെ ഒരു ലൊക്കേഷനിൽ ആക്കി കൊടുക്കുക അല്ലെങ്കിൽ ലീവ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഡ്രോപ്പ് ഓഫ് എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ക്യാൻ യു ഡ്രോപ്പ് മീ ഓഫ് അറ്റ് ദി സ്റ്റേഷൻ. എന്നെ സ്റ്റേഷനിൽ ഒന്ന് നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന്. ഇത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ് ഡ്രോപ്പ് ഓഫ് എന്നുള്ള ഫ്രേസൽ വെർബ്. എവിടെയെങ്കിലും ഒന്ന് ആക്കി തരുമോ എന്നുള്ള അർത്ഥത്തിൽ. ഫൈൻഡ് ഔട്ട് നമുക്ക് പരിചയമുള്ള ഒരു ഫ്രേസൽ വെർബാണ്. ടു ഡിസ്കവർ ഇൻഫർമേഷൻ. എന്തെങ്കിലും ഒരു വിവരം തപ്പിപ്പിടിക്കുന്നതിനാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിക്കുക. എക്സാമ്പിൾ, ഐ നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ടൈം ഓഫ് ദി മീറ്റിംഗ്. മീറ്റിംഗിന്റെ സമയം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ടു ഡിസ്കവർ ഇൻഫർമേഷൻ. നെക്സ്റ്റ് വൺ, ഗെറ്റ് അവേ. ടു എസ്കേപ്പ് ഓർ ഗോ ഓൺ എ ഷോർട്ട് വെക്കേഷൻ. ഗെറ്റ് അവേ എന്നുള്ള ഫ്രേസൽ വെർബ് കൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു ചെറിയ അവധിയിലേക്ക് പ്രവേശിക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ അവധിയിലേക്ക് രക്ഷപ്പെടുക എന്നുള്ള അർത്ഥം. ഗെറ്റ് അവേ, ടു എസ്കേപ്പ് ഓർ ഗോ ഓൺ എ ഷോർട്ട് വെക്കേഷൻ. ഇതിനുള്ള എക്സാമ്പിൾ, വി ആർ പ്ലാനിങ് ടു ഗെറ്റ് അവേ ഫോർ ദി വീക്കെൻഡ്. വീക്കെൻഡായി, അപ്പം ഞങ്ങൾ ഒരു വെക്കേഷന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഗെറ്റ് അവേ ഉപയോഗിച്ചിട്ടുള്ളത്. To get away, to escape or go on a short vacation. Next one, give up. ഇപ്പോൾ ചില ആൾക്കാരുടെ ടീഷർട്ടിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഫ്രേസ് ആണ് ഗിവ് അപ്പ്. നെവർ ഗിവ് അപ്പ്, വിട്ടുകൊടുക്കരുത്. ടു സ്റ്റോപ്പ് ട്രൈങ് ടു ഡു സംതിങ്. എന്തെങ്കിലും ചെയ്യുന്നത് നിർത്തുന്നതിനെയാണ് നമ്മൾ ഗിവ് അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് കൊണ്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഡോണ്ട് ഗിവ് അപ്പ്, യു ആർ സോ ക്ലോസ് ടു ദ ഫിനിഷ് ലൈൻ. ഫിനിഷിംഗ് ലൈൻ എത്താനായി നിങ്ങൾ വിട്ടുകൊടുക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ് ഗിവ് അപ്പ് എന്ന ഫ്രേസൽ വെർബ് സെന്റൻസിൽ കൊടുത്തിട്ടുള്ളത്. ഗിവ് അപ്പ് എന്നാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി നിർത്തുക, ഫ്രേസൽ വെർബാണ്. നെക്സ്റ്റ്, ഗോ ഓൺ. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഗോ ഓൺ ടോക്കിംഗ് എന്നൊക്കെ പറയാം. സംസാരിക്കുന്നത് തുടരും എന്നുള്ള. അപ്പൊ ഗോ ഓൺ എന്ന് പറഞ്ഞാൽ ടു കണ്ടിന്യൂ ഓർ ഹാപ്പൻ. എന്തെങ്കിലും സംഭവിക്കുന്നത് തുടരുക, എന്തെങ്കിലും ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുക. എക്സാമ്പിൾ, ഷോ ഗോ ഓൺ. ഷോ എന്ത് ചെയ്യണം? തുടരണം എന്നുള്ള അർത്ഥത്തിൽ. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ തുടരണം, ടു കണ്ടിന്യൂ. നെക്സ്റ്റ് വൺ, ഹോൾഡ് ഓൺ. വെയിറ്റ് ഫോർ എ ഷോർട്ട് ടൈം. കുറച്ച് നേരത്തേക്ക് കാത്തിരിക്കുന്നതിനാണ് നമ്മൾ ഹോൾഡ് ഓൺ എന്ന് പറയും. എക്സാമ്പിൾ, ഹോൾഡ് മൈ മൊമെന്റ്. ഞാൻ കാത്തിരിക്കുന്ന നേരം, ആ നിമിഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണേ. വെയിറ്റ്. നെക്സ്റ്റ്, keep on. Keep on. To continue doing something. എന്തെങ്കിലും ചെയ്യുന്നത് തുടർന്നുകൊണ്ടിരിക്കുക. ഗോ ഓണും കീപ്പ് ഓണും അപ്പൊ അത് രണ്ടും കൺഫ്യൂസ്ഡ് ആകാറ്. കോൺടെക്സ്റ്റിൽ ഉപയോഗിക്കുന്നത് ഡിഫറെന്റ് ആണ്. അപ്പം ഇംഗ്ലീഷിൽ തന്നെ ഒരേ വാക്യം മീനിങ്, ആ മീനിങ് വരാൻ കാരണം അത് വ്യത്യസ്ത കോൺടെക്സ്റ്റിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ സാധ്യതകളുള്ള ഒരു കാര്യമാണ്. ഒരു വാക്ക് തന്നെ ഒരു സെൻസ് ഉപയോഗിക്കുമ്പോൾ കോൺടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് പല മീനിങ്ങുകൾ ഉണ്ടായി വരും. എക്സാമ്പിൾ, keep on practicing and you will get better. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കുക, നിങ്ങൾ ബെറ്റർ ആവും. കീപ്പ് ഓൺ, ചെയ്തുകൊണ്ടേ ഇരിക്കുക. നെക്സ്റ്റ്, ലുക്ക് ആഫ്റ്റർ. ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. He was looking after my father while he was sick എന്നൊക്കെ പറയാം. എൻ്റെ അച്ഛന്
രോഗമുള്ള സമയത്ത് അച്ഛനെ ഞാൻ ശുശ്രൂഷിക്കുകയായിരുന്നു, ഞാൻ കെയർ ചെയ്യായിരുന്നു എന്നുള്ള അർത്ഥമാണ്. ആ കോണ്ടെക്സ്റ്റ് തന്നെയാണ് ഇവിടെയുള്ളത്. ടേക്ക് കെയർ ഓഫ് സംതിങ്, ആരെങ്കിലും നമ്മൾ കെയർ സംരക്ഷിക്കുക, അവരെ എന്നുള്ള അർത്ഥത്തിൽ. എക്സാമ്പിൾ, മൈ നെയ്ബർ വിൽ ലുക്ക് ആഫ്റ്റർ മീ. പോയി കഴിഞ്ഞാലും അയൽവാസി ലുക്ക് ആഫ്റ്റർ. നെക്സ്റ്റ്, ലുക്ക് search for information. ലുക്ക് അപ്പ് എന്നുള്ള